കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒറ്റ ഉത്തരമേയുള്ളൂ: ഗോവിന്ദച്ചാമി. ആ പേര് തന്നെ സ്വയം ഒരു തെറിവാക്കായി മാറിയിരിക്കുന്നു. 2011 ഫെബ്രുവരി 1 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സൗമ്യ എന്ന ഒരു കുടുംബത്തിന്റെ വെളിച്ചമായിരുന്ന 23-കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഈ നികൃഷ്ട ജീവി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തെ തേടിയെത്തിയത്. ഇടത് കൈപ്പടമില്ലാത്ത കൃഷ്യഗാത്രനായൊരു മനുഷ്യനാണ് ആകാശപ്പൊക്കമുള്ള 2 കൂറ്റൻ മതിലുകളിലൂടെ തുണി കെട്ടി കയറാക്കി സിനിമകളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെട്ടത്. ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദച്ചാമി പിടിയിലായെങ്കിലും അയാൾ സൃഷ്ടിച്ച ഭീതി മാറിയിട്ടില്ല. യാതൊരു കുറ്റബോധവുമില്ലാത്ത, ആരെയും കൂസലില്ലാത്ത, പാതി ചതഞ്ഞരഞ്ഞ ശരീരത്തെ പോലും മാനഭംഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സൈക്കോ ക്രിമിനൽ. തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അയാൾ എങ്ങനെ ഇത്രയും വലിയ ക്രിമിനലായി? അതൊരു അസാധാരണമായ കഥയാണ്. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിതുരാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദച്ചാമി ജനിച്ചത്. ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല, ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പിതാവ്. ഗോവിന്ദ് സ്വാമി എന്നാണ് ഇവന്റെ യഥാർത്ഥ പേരെന്നും തമിഴ് മാധ്യമങ്ങൾ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നുണ്ട്. ഗോവിന്ദച്ചാമിക്ക് ഒരു സഹോദരനുമുണ്ട്. പിതാവ് സൈനികനായിരുന്നുവെങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയൊരു ബാല്യമായിരുന്നു അവരുടേത്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി. കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് വിറ്റുതുളച്ചു. അതോടെ അദ്ദേഹം ഗുണ്ടാപണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു. സൈനികൻ അങ്ങനെ നാട്ടിൽ അറിയപ്പെടുന്ന കള്ളനായി. എല്ലാം വിറ്റുതുലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് മാറി. പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ അമ്മ മാനസിക രോഗിയായി. അവർ തെരുവുകളിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു. ഇതോടെ കുടുംബം അനാഥമായി. പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും അല്ലറ ചില്ലറ മോഷണങ്ങൾ പഠിച്ചിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു അവരുടെ തുടക്കം. മാതാപിതാക്കൾ 2 പേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോവാതെ ഗോവിന്ദച്ചാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക, മാല പൊട്ടിച്ച് ഓടുക, മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ. ക്രമേണ ആ ഗ്യാങ് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തിലേക്കുമൊക്കെ തിരിഞ്ഞു. ഗോവിന്ദച്ചാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദച്ചാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചുവെന്നാണ്. കൗമാരകാലത്ത് തന്നെ അയാൾ നിർദ്ദയനായൊരു ക്രിമിനലായി മാറിയിരുന്നു. 20 വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു വന്നു. സേലം, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, തമ്പാരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി. മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയാണ് മോഷണം. ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ കുട്ടിക്കാലത്തോ പിന്നീടോ നഷ്ടപ്പെട്ടതാണോ എന്ന് ഇന്നും വ്യക്തമല്ല. പോലീസ് റെക്കോർഡുകളിൽ ഈ ഭാഗത്ത് വ്യക്തതയില്ല. ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നുമൊക്കെ ഗോവിന്ദച്ചാമി മാറ്റി മാറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈവെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടതെന്നും പറയുന്നു. പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരനെ ഗോവിന്ദച്ചാമി ജയിലിൽ വെച്ച് കാണുന്നത്. പക്ഷേ കുമുദവും നക്കീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് എഴുതിയത്. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്നാണ് ഇയാൾ സമ്മതിച്ചിട്ടുള്ളത്. ലഹരിക്കും അടിമയാണ്, അമിത മദ്യപാനവുമുണ്ട്. ഇങ്ങനെയിരിക്കെ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു. ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല. പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല. അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കൈപോയതും കൂടി ആയതോടെയാണ് ചാമി തമിഴ്നാട് വിടുന്നത്.
അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത്. സൗമ്യ കൊലക്കേസിന്റെ കുറ്റപത്രത്തിലും ഗോവിന്ദചാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദചാമിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു. ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം. മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കച്ചവടക്കാരൻ്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക. അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക, രക്ഷപ്പെടുക. ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘമുണ്ട്. കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക, ലഹരി അടിക്കുക, പെണ്ണ് പിടിക്കുക, മറ്റൊരു ചിന്തയും അയാൾക്കില്ല. മുംബൈയിലെ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് 2005 കാലത്തൊക്കെ പനവേൽ ഗ്യാങ് എന്നറിയപ്പെട്ടിരുന്നത്. ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത്. ഒരു ഒറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കിവിട്ട് വൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട്. പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് മോഷണവും ഒക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമം മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ടെന്നാണ് ഡെക്കാൻ ക്രോണിക്കിളിൽ വന്ന വാർത്തയിൽ പറയുന്നത്. പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലവും ഒഴിച്ച് അത് വാരിയെറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടും. മാത്രമല്ല, പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയുണ്ട്. പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഹായവും അവർ ഉറപ്പാക്കും. ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ്. ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദചാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും. ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുൻപ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. മുംബൈയിൽ നിന്നാണ് ഗോവിന്ദചാമി യാചകന്റെ രൂപത്തിൽ 2011 കേരളത്തിൽ എത്തുന്നത്. അതും ഇത്തരം ഗ്യാങ്ങുകളുടെ രീതിയാണ്. സ്ഥിരമായൊരു മേഖലയിൽ തുടർച്ചയായി കവർച്ച നടന്നാൽ പോലീസ് വിജിലന്റ് ആവും എന്ന് അവർക്കുറപ്പുണ്ട്. അതിനാൽ ആവാസ വ്യവസ്ഥ ഇടയ്ക്കിടെ മാറ്റും. പണ്ട് സേലത്ത് ജയിൽമേറ്റ് ആയിരുന്ന ഒരു ക്രിമിനലിനെ ഗോവിന്ദചാമി ഇടയ്ക്ക് കണ്ടിരുന്നു. അയാളാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് പാലക്കാട്, എറണാകുളം എന്നീ ഭാഗങ്ങളിൽ 20ഓളം മോഷണങ്ങൾ ഇവർ നടത്തി. സംഭവ ദിവസം ഷൊർണൂർ പാസഞ്ചറിലും ഈ സുഹൃത്തുണ്ടായിരുന്നു. അമ്മയെ അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഗോവിന്ദചാമി കമ്പാർട്ട്മെന്റിൽ നിരീക്ഷണം നടത്തുക. തുടർന്ന് ഒത്തുകിട്ടിയാൽ കവർച്ച നടത്തി ഞൊടിയിടയിൽ രക്ഷപ്പെടും. 2011 ഫെബ്രുവരി 1 സൗമ്യയുടെ കൊലയറിഞ്ഞ് കേരളം നടുങ്ങി. 23കാരിയായ സൗമ്യയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നത്. അന്ന് ഷൊർണൂർ പാസഞ്ചറിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റ് വിജനമായിരുന്നു. പിന്നാലെ ചാടിയിറങ്ങിയ ഗോവിന്ദചാമി പാളത്തിൽ പരിക്കേറ്റ് മൃതപ്രായയായ യുവതിയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അർദ്ധപ്രാണനായ ദേഹമാസകലം ചോരയൊലിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒരു സെക്സ് മാനിയാക്കിനല്ലാതെ കഴിയുമോ? ബോധം പൂർണ്ണമായും നശിച്ചിട്ടില്ലാത്ത സൗമ്യ പ്രതിരോധിച്ചപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചാണ് ഈ മനുഷ്യമൃഗം ഉപദ്രവിച്ചത്. യുവതിയുടെ പക്കൽ നിന്ന് വെറും 70 രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണുമാണ് ഈ നരാധമന് ലഭിച്ചത്. സൗമ്യയുടെ പ്രതികൾക്കായി പോലീസ് നാട് മുഴുവൻ ഓടുമ്പോൾ ഒലവക്കോട്ടെ RPFന്റെ ലോക്കപ്പിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു ഗോവിന്ദചാമി. ചെന്നൈ മെയിലിൽ ടിക്കറ്റില്ലാതെ വന്ന ഇയാളെ പിച്ചക്കാരനാണെന്ന് RPF കരുതിയത്. ഒരു കൈപ്പത്തിയില്ലാത്തതും വലിയ രീതിയിൽ ഗോവിന്ദചാമിക്ക് ഗുണം ചെയ്തു. അത് വെച്ചാണ് അയാൾ സഹതാപം നേടുന്നത്. സൗമ്യയെ ഉപദ്രവിക്കുന്നതിനിടെ സമീപവാസി വരുന്നത് കൊണ്ടാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത്. ഇതിനിടെ അയാൾ നാട്ടുകാരുടെ കയ്യിലും പെട്ടു. അപ്പോൾ ഈ ഒറ്റക്കൈ കാട്ടിയും ദൈന്യത അനുഭവിച്ചുമാണ് അയാൾ രക്ഷപ്പെട്ടത്. ഗോവിന്ദചാമി ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയോ എന്ന കാര്യത്തിലും തെളിവുകളില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞിരുന്ന പേര് ചാർലി തോമസ് എന്നായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം വാർത്തകൾ വന്നതും. തമിഴ്നാട് പോലീസ് റെക്കോർഡ് പ്രകാരം ഇയാൾ പല പേരുകളിലായിരുന്നു അറിയപ്പെട്ടത്. ഗോവിന്ദചാമി, ചാർലി, കൃഷ്ണൻ, രാജ, രമേശ് തുടങ്ങി നിരവധി പേരുകൾ. ഗോവിന്ദചാമി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കള്ളപ്പേരുകളായിരുന്നു ഇതെല്ലാം. ഭിക്ഷക്കാരനായ ഗോവിന്ദചാമി കേസ് നടത്താൻ വേണ്ടി ചിലവാക്കിയത് 15 ലക്ഷം രൂപയിലധികമാണ്. 3 ഘട്ടങ്ങളിലായി 5 ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് ആളൂർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര സംഘടിതവും സുശക്തവുമാണ് ഇന്ത്യയിലെ റോബറി മാഫിയ എന്നോർക്കണം. ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദചാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ ഗോവിന്ദചാമി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി. ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചപ്പോൾ കൊലപാതക കുറ്റത്തിനുള്ള വധശിക്ഷ 7 വർഷത്തെ തടവായി സുപ്രീം കോടതി കുറച്ചു.
ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവ് സുപ്രീം കോടതി ശരിവെച്ചു. കോടതിയിൽ കൊലപാതക കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതായിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണം. ഈ വിധിക്കെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത്രയും ഭീകരനായൊരു ക്രിമിനൽ സമൂഹ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ അത് ശരിയാവുകയുമാണ്. ജയിലിലും വൻ പ്രശ്നമാണ് ഗോവിന്ദച്ചാമി സൃഷ്ടിച്ചത്. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകം നടത്തി. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ട് അടിയുണ്ടാക്കി. സെല്ലിനുള്ളിലെ CCTV തല്ലി തകർത്തു. ജയിൽ ജീവനക്കാർക്ക് നേരെ മലമെറിഞ്ഞു. ഈ അക്രമത്തിന്റെ പേരിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസം തടവിന് വിധിച്ചു. നേരത്തെ ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ളവനാണെന്ന് വരുത്തി തീർത്ത് ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു. വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷമാണ് സ്വയം മാനസിക രോഗിയായി അഭിനയിക്കുന്നത് നിർത്തിയത്. നേരത്തെ ഒരു സഹതടവുകാരനെ ഇയാൾ സ്വവർഗരതിക്ക് വിധേയനാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് പുറം ലോകം അറിഞ്ഞില്ല. സെക്സാണ് ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ജയിൽ ജീവനക്കാർ പറയുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ കൺമുന്നിൽ വരുന്ന ആരെയും ഉപദ്രവിക്കുന്ന സ്വഭാവക്കാരനാണ് ചാമി. ഇപ്പോൾ ജയിൽ ചാടിയ വഴിയിൽ ആരെയും ഒത്തുകിട്ടാത്തത് ഭാഗ്യം തന്നെ.